ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇന്ന് ഒരു ഓഫാണ്. ഇന്ന് തന്നെയല്ല, ഇന്ന് നാളെ ഓഫാണ്. അപ്പോൾ ഓഫുള്ളപ്പോൾ ഒക്കെ നമ്മൾ യാത്ര പോകും അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെൽബണിൽ നിന്ന് ഒരു 400-425 കിലോമീറ്റർ അകലെയുള്ള സീ ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ ബൈക്ക് ജേർണി. ജീവിതം ഒന്നല്ലേ ഉള്ളൂ, കിട്ടുന്ന ഓഫൊക്കെ യാത്ര ചെയ്തങ്ങ് തീർക്കാമെന്ന് ഓർത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മിച്ചം പിടിക്കാനുള്ളത് ഈ പറഞ്ഞ യാത്രകളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം യാത്ര ചെയ്യുന്ന ആളാണ്, യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ 4 പേരുണ്ട്. ഞങ്ങളൊരു ബൈക്ക് ട്രിപ്പ് പോവുകയാണ്. ഞങ്ങൾ പോകുന്നത് സീ ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. സീ ലേക്കിൽ ഞാനും എൻ്റെ മോള് ഫിയോണയും കൂടി പണ്ട് പോയിട്ട് അവിടെ ലേക്ക് ടയറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ടുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സെയിം റൂട്ട് തന്നെ, പക്ഷേ ഇപ്രാവശ്യം ബൈക്കിലാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ട്. ഞാനുണ്ട്, ജെറിബായി ഉണ്ട്, കഴിഞ്ഞ ഒരു വീഡിയോ കണ്ട ഷിജു ഉണ്ട്, അതുപോലെ തന്നെ സാജൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ സൈലോ ആർട്ടുണ്ട്. അപ്പോൾ അതും കണ്ട് അടിപൊളിയായിട്ട് നാളെ വൈകുന്നേരം തിരിച്ചു വരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വാച്ച് ആൻഡ് എൻജോയ്. അങ്ങനെ നമ്മൾ മീറ്റിംഗ് പോയിന്റ് വന്നിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഡാൻഡിനോങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഡാൻഡിനോങ്ങിലുള്ള ഒരു ബാസ്കറ്റ് ബോൾ, വോളിബോൾ അതെല്ലാം കളിക്കുന്ന വലിയൊരു സ്റ്റേഡിയമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആദ്യത്തെ മീറ്റപ്പ്. നമ്മുടെ ജെറിബായി, സാജൻ, അതുപോലെ തന്നെ നമ്മുടെ ഷിജു, നമ്മളെല്ലാവരും ഇങ്ങനെ റെഡിയായി നിൽക്കുന്നു. വണ്ടിയെല്ലാം റെഡിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒറ്റ വീഡിയോയിലാണ്. ജെറിബായി നമ്മുടെ ഹെൽമെറ്റിനകത്തുള്ള റേഡിയോ തമ്മിൽ കണക്ട് ചെയ്യുകയാണ്. 4 പേർക്കും വർത്താനമൊക്കെ പറഞ്ഞ് നമുക്ക് കാറിൽ പോകുന്ന പോലെ ഫോണൊക്കെ വിളിച്ച് പോകണമെങ്കിൽ രാവിലെ വന്ന് ഈ റേഡിയോ എല്ലാവരുടെയും തമ്മിൽ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പരിപാടിയല്ല. ഇപ്പം അതെല്ലാം കണക്റ്റായി. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഉടൻ തന്നെ ഇവിടുന്ന് പോവുകയാണ്. നല്ല അടിപൊളി പ്ലസൻറ്റ് ക്ലൈമറ്റാണ്. ഇന്നത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 18 ഡിഗ്രി ടെമ്പറേച്ചറുണ്ട്. അങ്ങനെ നമ്മുടെ സൈലോ ആർട്ട് ട്രയലിൽ കൂടെയുള്ള 2ാമത്തെ ദിവസത്തെ ബൈക്ക് പര്യടനം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്ന് ആദ്യത്തെ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓംബി ഗൈസ് എന്ന് പറയേണ്ടി വരും. കാരണം മറ്റൊന്നുമില്ല, ആ കാണുന്ന സംഭവത്തിലായിരുന്നു ശരിക്കുള്ള സൈലോ ആർട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ അത് അവർ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് പുതിയ സൈലോ ആർട്ടിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് കാരണം നമുക്ക് ഇവിടുത്തേത് മിസ്സായിപ്പോയി. ഇതിങ്ങനെ ഒരു ക്യാമ്പ് ഗ്രൗണ്ടാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ടാങ്കയിൽ ഒരു ചെറിയ സൈലോ ആർട്ടുണ്ട്. അത് മാത്രമേ ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൂംലാങ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ നമ്മൾ എന്നാ പറയുന്നത്, രാവിലെ വന്നെങ്കിലും നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സൈലോ ആർട്ട് കാണാൻ പറ്റിയില്ല. അത് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു സംഭവത്തിലായിരുന്നു. അപ്പം പുതിയ സൈലോ ആർട്ട് അവിടെ അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയിപ്പം വരുമ്പം അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വരിക. പക്ഷേ ഇതൊരു ട്രയലാണ്. നമുക്ക് നല്ലൊരു ജേർണി പോകാനായിട്ട് ഇതൊരു ക്യാമ്പ് ഗ്രൗണ്ടാണ്. ഇതുണ്ട്, ഇവിടെ വന്ന് നമുക്ക് ക്യാമ്പൊക്കെ ചെയ്യാം. വൂംലാങ് എന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ സൈലോ ആർട്ട് വിക്ടോറിയ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ സൈലോ ആർട്ട് ട്രയലിൽ അടുത്ത സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. ഇത് ലെസൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഈ കാണുന്നതാണ് ഒന്ന്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഇതൊരു അപ്പച്ചൻ്റെ സൈലോ ആർട്ട്, അപ്പുറത്ത് ഒരു അമ്മച്ചിയുടെ ഇതുപോലെ തന്നെ വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടത് വരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇങ്ങേ സൈഡിലുള്ള ഒരു
സൈലോ ആർട്ട് ഇതാണ്. അമ്മച്ചിയുടെ ഫേസാണ്. എന്നെ മനോഹരമായിട്ടാണ് അത് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നോക്കി കേട്ടോ. ബ്യൂട്ടി അല്ലേ, ബ്യൂട്ടി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലെസൽസ്. അടുത്തെന്ന് പറഞ്ഞാൽ ഹോപ്റ്റൺ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതിനടുത്തുള്ള ഒരു സൈലോ ആർട്ടാണ് ഇത്. ഇതും നല്ല ഭംഗിയാണ് കാണുവാനായിട്ട്. ഇത് നോക്കിയേ, എത്ര ഭംഗിയായിട്ട് അത് വരച്ച് വെച്ചേക്കുന്നതെന്ന് നോക്കിയേ. അപ്പം നമ്മുടെ സൈലോ ആർട്ട് ട്രയലിലെ ബ്രിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിരിക്കുക. അതിന് ഇതുണ്ട്, ബ്രിം സൈലോ ആർട്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ എഴുതി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. രാത്രിക്ക് നമുക്ക് ഇതുപോലെ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇതാണ് ബ്രിം സൈലോ ആർട്ട് ഈസ് ലൈറ്റ് അറ്റ് നൈറ്റ്. അപ്പോൾ ഇതാണ് സംഭവം. 4 പേരെയാണ് ഇവിടെ വരച്ച് വെച്ചത്. ആ സൈലോ ആർട്ട് ട്രയലിൽ ഇനിയുമുണ്ട് സൈലോ ആർട്ടുകൾ. പക്ഷേ നമ്മൾ ഇവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ച് മെൽബൺ പോവുകയാണ്. ഏകദേശം ഒരു 300 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവിടെ വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.